കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രെഡിലെ ക്രിയേറ്റ് ആണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമുക്ക് ക്രെഡിലെ റീഡ് എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ ഡാറ്റാബേസ് ഒന്ന് ലോഡ് ചെയ്യാം. ഓക്കെ, PHP ആർട്ടിസൺ സെർവർ. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് റണ്ണായി. നമ്മുടെ ലറാവലിൽ ഹോം പേജിൽ നിന്നായിരുന്നു. ക്രിയേറ്റിൽ നമ്മളൊരു ഫോം കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഫോമൊക്കെ സ്റ്റുഡൻറ്റിലേക്ക് ഇങ്ങനെ ആഡാക്കി അല്ലേ. ഒന്നും കൂടെ നമുക്കൊന്ന് ആഡാക്കി വെക്കാം. രോഹിത്ത് 3, ഫോൺ നമ്പർ, പ്ലേസ് കോഴിക്കോട് കൊടുത്തു. സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് സക്സസ്ഫുള്ളി. നോക്കാം, രോഹിത്ത് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ഈ കാണുന്ന എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അതാണ് റീഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അവിടെ ചെയ്യും. ഇപ്പോൾ ഇത് ക്രിയേറ്റ് ആണല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഹോം പേജിൽ ഒരു ടേബിളിൽ എന്ത് ചെയ്യണം, എല്ലാ സ്റ്റുഡൻറ്റിനും ലിസ്റ്റ് ആവും വേണം. നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഈ ടേബിളിലേക്ക് എത്തിയിട്ട് ആ ടേബിളിലേക്ക് റീഡയറക്റ്റ് ആവും വേണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് തന്നെ നമ്മൾ റൂട്ടിൽ പോവാം. ശരിക്കും നമ്മളൊരു റൗട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഹോം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, അവിടെ തന്നെ അത് കാണിക്കാം. അപ്പോൾ ഹോം കൺട്രോളർ പോയി ഹോമിൻ്റെ മെത്തേഡ് പോവാം. സ്റ്റുഡൻറ്റ് കൺട്രോളിലെ അതിൽ ഹോമിൻ്റെ ബ്ലേഡ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലേഡിലേക്ക് എന്ത് പോകണം, ഈ സ്റ്റുഡൻറ്റിനെ കിട്ടണം. ആ ബ്ലേഡിലേക്ക് സ്റ്റുഡൻറ്റിനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, സ്റ്റുഡൻസ് ടേബിളിലാണ് എല്ലാ സ്റ്റുഡൻസും കിടക്കുന്നത്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിൾ. അപ്പോൾ ഈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിൽ എല്ലാവരും ഇവിടെ ഉണ്ടാവും. നമ്മളെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ മോഡൽ ഇവിടെ വിളിക്കുന്നു. അതിനെന്ത് ചെയ്യാം, ഒന്നുകിൽ ഓൾ എന്ന് പറഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ ഒന്നുകിൽ ഓൾ എന്ന് പറഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ ഗെറ്റ് എന്ന് വിളിക്കാം. ഇങ്ങനെ ഗെറ്റ് വിളിച്ചിട്ട് നമ്മൾ ഈ സ്റ്റുഡൻറ്റ് മോഡലിൽ നിന്നും എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ഒരു വേരിയബിളിലേക്ക്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആക്കും. ഓക്കെ, അപ്പോൾ ഇതിലെന്തുണ്ട്, ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ മോഡലിൽ നിന്നും എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ എടുത്തിട്ട് ഈ വേരിയബിൾ ഇട്ടു. ഇനി ആ വേരിയബിൾ ഒന്ന് DD അടിച്ചാക്കാം. DD സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇവിടെ കിടക്കുന്നത് ഹോം പേജിലല്ലേ. അപ്പം ഒന്ന് റീലോഡ് ചെയ്യാം. ഇപ്പം ഉണ്ടോ, ഐറ്റംസ് എന്ന് പറഞ്ഞ് 12 അറേ വന്നു. തുറക്കാം. മോഡൽസ് സ്റ്റുഡൻ്റാണ് 12 വന്നത്. ഓരോന്ന് തുറന്ന് നോക്കാം. ഇതിൽ എന്തുണ്ട്, ഇതിൽ 1 രാകേഷ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ തുറന്ന് നോക്കുമ്പോൾ 2 സുനിത, അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. മൂന്നാമത്തെ തുറന്ന് നോക്കുമ്പോൾ എന്തുണ്ട്, മോഹൻലാൽ, അവരുടെ ഡീറ്റെയിൽസ്. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും ഇതിൽ വന്നിട്ടുള്ള രാകേഷും സുനിത, മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള 12 ആൾക്കാർ എവിടെ വന്നു, 12 ആൾക്കാർ ഇവിടെ വന്നു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലേഡിലേക്ക് എത്തിക്കണം. അതിന് സിമ്പിളാണ്. ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു വേരിയബിൾ നമ്മൾ വേരിയബിളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ബ്ലേഡിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ബ്ലേഡിൽ വ്യൂ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ വ്യൂവിൻ്റെ പേര് കൊടുത്തതിന് ശേഷം ഇട്ടിട്ട് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വേരിയബിൾ എന്താണോ അത് ഇതിലാണ് പാസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഇങ്ങനെ. ഓക്കെ, ഇനി ഹോം പേജിൽ പോയിട്ട് ഈ സ്റ്റുഡൻറ്റിനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്ത എല്ലാ സ്റ്റുഡൻറ്റിനും കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഇവിടെ ഒന്നും നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ബ്ലേഡിൽ ചെയ്തിട്ടില്ല. ബ്ലേഡിൽ ഇപ്പോൾ ആകെ ഉള്ളത് ഹോം പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ H1 ടാഗ് ആയിരിക്കും. ഓക്കെ, ഈ ഹോം പേജിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഓൾ സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം അല്ലേ. ഓൾ സ്റ്റുഡൻസ് എന്ന് കൊടുക്കുന്നു. ക്രിയേറ്റിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ ക്രിയേറ്റിൽ എന്താ ചെയ്തതെന്നുള്ളത് പോയിട്ട് ഇവിടെ അങ്ങനെ സംഭവം ചെയ്തു. ഇതേത് കോപ്പി ചെയ്യുന്നു, ഈ സാധനം ഇവിടെ പോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഡിവൊക്കെ ക്ലോസ് ചെയ്യാം. ഡിവ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഓൾ സ്റ്റുഡൻസ് കൊടുത്തു. ഇപ്പം എന്താണെന്ന് വെച്ച് ഇവിടെ ക്രിയേറ്റ് പോകുമ്പോൾ ക്രിയേറ്റിൻ്റെ ഹോമിൽ വരുമ്പോൾ ഓൾ സ്റ്റുഡൻസ്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുക്കാം അല്ലേ. അപ്പോൾ നല്ലൊരു ടേബിൾ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് പോയിട്ട് നോക്കാം. യെസ്, ഇതാണ് ടേബിൾ. അപ്പോൾ ടേബിളിൻ്റെ കോഡ് ഇവിടെ കിട്ടും. കോപ്പി ചെയ്യുന്നു. ഇതൊന്ന് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിൽ തന്നെ കോപ്പി ചെയ്യാം. റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിലൊരു ക്ലാസ് ഉണ്ട്, ഒരു ബോർഡേഡ് ടേബിളിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ബോർഡേഡ് എന്നെന്തോ പറഞ്ഞിട്ട്, അതെന്താണ്,
ഓക്കെ, ടേബിൾ ബോർഡർ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബോർഡർ വരച്ചിട്ട് വരും. അപ്പോൾ ക്ലാസ് പാസ് ചെയ്താൽ മതി. ഓക്കെ, ടേബിൾ ബോർഡർ നമുക്ക് നോക്കാം. ഓക്കെ, മാർജിൻ ഇന്ന് ടോപ്പ് മാർജിൻ കൊടുക്കല്ലേ, MT 5, കുറച്ച് മാർജിനും കൊടുത്തു. 5 വേണ്ട, ഒരു 4 മതി. ഇത്ര മതി. ഓക്കെ, ഇപ്പോൾ ഏതോ ഒരു ഡെമ്മി ടേബിൾ നമ്മൾ കൊണ്ടുവന്നു. ഇനി അത് നമ്മുടെ ടേബിൾ ആക്കണം. അതിന് നമ്മുടെ ഫീൽഡുകൾ ഏതൊക്കെ? നെയിം, സ്റ്റാൻഡേർഡ്, ഫോണ്, പ്ലേസ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ കളയാം. ടീ ബോഡിയിൽ ഒന്നൊഴികെ ബാക്കിയൊക്കെ കളഞ്ഞിട്ട് ഹെഡറിൽ എന്ത് ചെയ്യാം, ഇവിടെ ID, ഫസ്റ്റിൽ ID, ഇവിടെ നെയിം, പിന്നെന്താ STD പ്ലേസ്, STD ഫോൺ പ്ലേസ്, STD ഫോണ് പ്ലേസ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും നോക്കാം അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്തു, ഹെഡിങ് നമ്മൾ വേണ്ട ഹെഡിങ് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, എല്ലാ സ്റ്റുഡൻസിനും ഇങ്ങോട്ട് പാസ് ചെയ്തു ഹോം പേജാണ് ഇപ്പോൾ ഇത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, റിപ്പീറ്റ് എല്ലാ സ്റ്റുഡൻറ്റും വരണമല്ലോ. അപ്പോൾ TR കുറേ വരണം അല്ലേ, ഓരോ TRും വരണം. ഓരോ TR എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റുഡൻ്റാണ്, അതാണ് TR. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ എന്ത് ചെയ്യാം, നമ്മൾ ലൂപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഏത് ലൂപ്പ്? ഫോർ ഈച്ച് എന്ന് പറഞ്ഞ ലൂപ്പ്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഫോർ ഈച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് ഇപ്പോൾ കൺട്രോളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ ഈച്ച് എന്ന് എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ചെയ്യുക. പക്ഷേ ലറാവലിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലറാവലിൻ്റെ ബ്ലേഡിൽ വരുമ്പോൾ, അതായത് ലറാവലിൻ്റെ കൺട്രോളർ ആണെങ്കിൽ സെയിം നമ്മൾ ഫോർ ഈച്ച് നമ്മൾ PHPയിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പക്ഷേ ബ്ലേഡിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇടണം, ഫോർ ഈച്ച് ഇങ്ങനെ കൊടുക്കണം. ഫോർ ഈച്ച്, എൻഡ് ഫോർ ഈച്ച്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്ന ഫോർ ഈച്ച്. ഇപ്പോൾ ഈഫ് കണ്ടീഷൻ ആണെങ്കിലും ഈഫ്, എൻഡ് ഈഫ്, ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ട്രൂ ആയതിൽ ലോജിക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ ഈച്ച് എഴുതി, ഈ ഫോർ ഈച്ചിൻ്റെ ഉള്ളിൽ TR എടുക്കുന്നു, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടുന്നു. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, ഇനി എന്താണ് ഫോർ ഈച്ചിൽ നടക്കേണ്ടത്? ഫോർ ഈച്ചിൽ നടക്കേണ്ടത് ഇവിടേക്ക് വന്നിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ല, ഒരുപാട് സ്റ്റുഡൻസുകളുണ്ട്. അപ്പോൾ ആ വേരിയബിൾ ഞാൻ സ്റ്റുഡൻസ് തന്നെ ആക്കാം. സ്റ്റുഡൻസിൻ്റെ പാസ് ചെയ്യട്ടെ. ഈ സ്റ്റുഡൻസ് ഇവിടെ അങ്ങോട്ട് വരും. അപ്പോൾ അത് വേരിയബിളായിട്ട് സ്റ്റുഡൻസിന് എടുക്കുന്നു. ഓരോ സ്റ്റുഡൻസിനും നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഫോർ ഈച്ചൊക്കെ എന്താണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ, ബേസിക് കാര്യങ്ങളാണ്. നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ PHPയിലൊക്കെ പോയിട്ട് അത് പഠിക്കുക, എന്താണ് ഫോർ ഈച്ച്, എന്താണ് ലൂപ്പ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഫോർ ഈച്ചിൽ എന്ത് ചെയ്തു, നമ്മൾ ഈ സ്റ്റുഡൻസിനെ കംപ്ലീറ്റ് എടുത്തിട്ട് സ്റ്റുഡൻറ്റിലേക്ക് ഓരോരോ സ്റ്റുഡൻറ്റിനെ നമ്മൾ വിളിക്കുകയാണ്. ഈ ലൂപ്പിലുള്ള ഓരോ സ്റ്റുഡൻറ്റിനെ വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്, ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ ID ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലറാവലിൽ നമ്മളൊരു വേരിയബിൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ഇതുപോലെ ഡബിൾ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഇതിൽ എന്ത് ചെയ്യണം, ID പ്രിൻ്റ് ചെയ്യണം. സ്റ്റുഡൻറ്റിൻ്റെ ID, ID. അതായത് ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മൊത്തം സ്റ്റുഡൻസാണ്. അതിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ എടുത്തു, ആ ഒരു സ്റ്റുഡൻറ്റിനെ ഇവിടെ വിളിച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ID എടുത്തു, ഇത് കോപ്പി ചെയ്തു. ഇനി അടുത്തെന്താണ്, ഹെഡിങ് നെയിമാണ്. അപ്പോൾ നെയിമിൻ്റെ ഫീൽഡ് എന്താണ്, നെയിം തന്നെയാണ് അല്ലേ, നെയിമിൻ്റെ ഫീൽഡ് നെയിം തന്നെയാണ്. ഓക്കെ, നെയിമാണ്, അത് വിളിച്ചു. ഇനി STD എന്ന് പറഞ്ഞ കോളുണ്ട്, അതിലെന്ത് ചെയ്യണം, STDയുടെ ഫീൽഡ് തന്നെയല്ലേ, STD എന്നാണ്. ഇനി അടുത്തത് ഫോണാണ്, ഫോൺ എന്ന് വിളിച്ചു, ഫോണിൻ്റെ കോളത്തിൽ. ഇനി അടുത്ത TD എന്ന് പറയുന്നത് ഓരോ റോ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്ലേസും വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ ടേബിളിൽ എടുത്തിട്ട് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, കണ്ട ID എന്നുള്ളിടത്ത് ഓരോ സ്റ്റുഡൻ്റ് ID വന്നു, അവൻ്റെ നെയിം രാകേഷ്, STD 3, ഫോണ്, പ്ലേസ്. ഇതുപോലെ വരണം. ഇതുപോലെ വരാൻ കാരണം എന്താണ്, നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കി, ടേബിളിൻ്റെ ടൈറ്റിൽ TRൽ ഹെഡിൽ കൊടുത്തു. ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ഹെഡ്, ഇത്ര പോകുന്ന സാധനം. ഈ ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ആ ബോഡിയിൽ നമ്മൾ ഫോർ ഈച്ച് ചെയ്തിട്ട് ഓരോ സ്റ്റുഡൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ആ പ്രിൻ്റ് നമ്മളിങ്ങനെ കൊടുത്തു. ഇപ്പോൾ നോക്കൂ, ക്രിയേറ്റ് ലറാവൽ, ക്രിയേറ്റ് പോയിട്ട് നമ്മളൊരു സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്താൽ അത് ഇങ്ങോട്ട് വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ എവിടെയാണ്, ഇതല്ലേ സ്റ്റോർ. നമ്മൾ നേരത്തെ ബാക്കാണ് കൊടുത്തത് അല്ലേ. ഈ ബാക്കിന് പകരം, ബാക്ക് എന്ന് പറഞ്ഞാൽ ആ ഫോമൊക്കെ തന്നെ പോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാക്കിന് പകരം എവിടേക്കാണ് പോകേണ്ടത്, ബാക്കിന് പകരം നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, ബാക്ക് മാറ്റിയിട്ട് റൂട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റൂട്ട് എന്താണെന്നുള്ളത് കൊടുക്കാം. എന്താണ് റൂട്ട്, ഹോം പേജിൻ്റെ റൂട്ട് കൊടുക്കാം. അപ്പോൾ റീഫ്രഷ് ആവുന്നത്, റീലോഡ് ആവുന്നതും റീഡയറക്റ്റ് ആവുന്നതൊക്കെ ഹോം പേജിലേക്ക് കാരണം.
വിത്ത് മെസ്സേജ് സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് സക്സസ്ഫുള്ളി. ഈ മെസ്സേജ് ഇപ്പോൾ എവിടെ ഉള്ളത്? അതുള്ളതും ഈ ക്രിയേറ്റിൻ്റെ ഉള്ളിലല്ലേ, ഇതല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുന്നു, നേരെ ഹോം പേജിൽ കൊണ്ടുപോയി കൊടുക്കുക. അവിടെയല്ലേ മെസ്സേജ് വരേണ്ടത്. ഇനി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. തോണി എന്ന് ക്രിയേറ്റ് ചെയ്യാം. 7 ഫോൺ നമ്പർ, പൈസ എവിടെ? ആഡ് സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്റ്റുഡൻറ്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ലാസ്റ്റ് തോണി വന്ന് കിടക്കുന്നുണ്ട്, കണ്ടോ? ഇവിടെ തോണിയുണ്ട്. അങ്ങനെ ഓരോരോ ആൾക്കാരും എന്ത് ചെയ്യും, നമുക്ക് ഈ ലിസ്റ്റിൽ ഇങ്ങനെ കയറി വരും. ഈ ലിസ്റ്റ് വരുന്നത് ടേബിളിൽ നിന്നാണ്. അപ്പോൾ ലിസ്റ്റ് വളരെ സിമ്പിളാണ്. നമ്മൾ അതിനെന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ റൗട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പോയിട്ട് അതിൻ്റെ ഹോമിൽ എല്ലാ സ്റ്റുഡൻറ്റിനെയും എടുത്തു. സ്റ്റുഡൻറ്റ് ഗെറ്റ്, സ്റ്റുഡൻറ്റ് ഓൾ എന്ന് പറഞ്ഞാലും കിട്ടും. സ്റ്റുഡൻറ്റ് ഗെറ്റ് എടുത്തു, സ്റ്റുഡൻറ്റിനെ നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്തു, കോമ്പാക്റ്റിലേക്ക് പാസ് ചെയ്തു, അതായത് ബ്ലേഡിലേക്ക് പാസ് ചെയ്തു. ബ്ലേഡ് പോയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഫോർ റീച്ച് ചെയ്തു. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ സ്റ്റുഡൻറ്റും വന്നു. ഇനി ഇതിൽ തന്നെ നമുക്ക് വേർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്റ്റുഡൻറ്റ് ഗെറ്റിന് പകരം ഗെറ്റ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരും. ഇനി വേർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വേർ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കിതിൽ 10 3 കണ്ടോ, 3 2 സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ 3 2 സ്റ്റാൻഡേർഡ് 3 സ്റ്റുഡൻസിന് മാത്രം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ കൊറീസിലൊക്കെ ഉപയോഗിക്കാറില്ല വേർ, അത് നമ്മൾ മോഡലിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. വേർ എന്ന് ടൈപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ ഏത് ഫീൽഡാണോ നമുക്ക് വേണ്ടത്, STD ആണെങ്കിൽ STD, ഇത് ടേബിളിൻ്റെ ഫീൽഡാണ് കൊടുക്കുന്നത്. ടേബിളിൽ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കി അത് STD എടുക്കുന്നു. നമുക്ക് വേണ്ട വാല്യൂ എന്താണ്, 3 ആണെന്നുണ്ടെങ്കിൽ അതിവിടെ കോമ ഇട്ട് പാസ് ചെയ്യുന്നു. എന്നിട്ട് ഗെറ്റ് വിളിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം, കണ്ടോ 3 ആൾക്കാർ മാത്രം വന്നു. പിന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോണ് നമ്പർ പാസ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു, ആ ഫോൺ നമ്പർ മാത്രമുള്ള ആൾ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എന്തായിരുന്നു, ഇവിടെ ആദ്യം ഗെറ്റ് മാത്രം നമ്മൾ വിളിച്ചു. അതിൻ്റെ അടിയിൽ നമ്മൾ വേർ വെച്ചിട്ട് വിളിക്കാൻ നോക്കുന്നു. വേർ വെച്ചിട്ട് വിളിക്കുന്നു. സ്റ്റുഡൻറ്റ് വേറാണ്. ഓക്കെ, എങ്ങനെ വിളിക്കാം കേട്ടോ. അപ്പോൾ അത് മാത്രം കിട്ടി. ഇനി നമുക്ക് എന്താ ഉള്ളത് വിളിക്കാൻ, നമുക്ക് നോക്കാം. ഇനി നമുക്കുള്ളത് ഇതിൽ ഇപ്പോൾ കൊച്ചി, കോട്ടയം, മലപ്പുറം, അങ്ങനെ ഇതിൽ ഏത് പ്ലേസ് വെച്ചിട്ട് അത് വിളിക്കാം. ഇനി പേര് വെച്ചിട്ട് വിളിക്കണോ, പേര് വെച്ചിട്ട് മമ്മൂട്ടിയെ മാത്രമേ, 2 മമ്മൂട്ടിയുണ്ട്. അപ്പോൾ മമ്മൂട്ടിയെ മാത്രം നമുക്ക് വിളിക്കാം. എങ്ങനെ വിളിക്കാം, മമ്മൂട്ടിയെ മാത്രം നമ്മൾ വിളിക്കുന്നത് നെയിം. ഇതൊക്കെ ഞാൻ മേലെ കളയാത്തത് നിങ്ങൾക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ വേണ്ട ആവശ്യമില്ല. എന്താണ് നമ്മൾ വിളിക്കുന്നത് അത് മാത്രം മതി. ഇപ്പോൾ സ്റ്റുഡൻറ്റ് മമ്മൂട്ടി എന്ന് പേരുള്ള ആളെ മാത്രം വിളിക്കണം. അപ്പോൾ സ്റ്റുഡൻറ്റ് വേറ് നെയിമിലാണ് മമ്മൂട്ടി അല്ലേ, ഫീൽഡ് കൊടുക്കുക, എന്താണ് അവിടുത്തെ വാല്യൂ നമുക്ക് വേണ്ടതെന്ന് കൊടുക്കുക. മമ്മൂട്ടി ഗെറ്റ് കൊടുക്കാം, റീഫ്രഷ് ചെയ്യാം, കണ്ടോ 2 മമ്മൂട്ടി വന്നു. ID 5ഉം 7ഉം ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അത് കണ്ടു. ഇനി 2 ഐറ്റം കൊടുക്കണം. 2 ഐറ്റം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ടോട്ടലായിട്ട് എടുക്കട്ടെ. ഇപ്പോൾ 2 ഐറ്റം കൊടുക്കണം നമുക്ക്. STD 5ഉം വേണം, 5 2 ഉണ്ട്, 5ഉം വേണം, നമുക്ക് 14 2 ഉണ്ട് അല്ലേ. അപ്പോൾ 5ഉം 14 ഉള്ള ഡാറ്റ വരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേർ ഇൻ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അതിന് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേർ ഇൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വേർ ഇൻ, ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, STD ഏതൊക്കെയാണ്, 5ഉം 14 അല്ലേ. അപ്പോൾ അത് നമ്മളൊരു അറേ ആയിട്ട് പാസ് ചെയ്യുക. ഒരു അറേ ഉണ്ടാക്കുന്നു, അതിൽ 5,14 എന്ന് കൊടുത്ത് ഗെറ്റ് അടിച്ചാൽ കണ്ടോ 5ഉം 14 മാത്രം വന്നു. ഇനി ഇതിൽ വേറെ വേണോ, കോമട്ട് വേറെ എഴുതാം. അങ്ങനെ എത്ര കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറുണ്ട്, വേർ ഇന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആവശ്യാനുസരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഡേറ്റ് ആണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. പിന്നെ വേറെ ഹാസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ കാര്യമായിട്ട് നോക്കാനുള്ളത് ഇപ്പോൾ ID ആണ് നിങ്ങൾ വിളിക്കുന്നത് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ID മതി. അപ്പോൾ ID 5 എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ. ID മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ വേറെ വിളിക്കുമല്ലോ. നമ്മൾ വേറെ ID എന്ന് വിളിച്ചാൽ കിട്ടും. വേറെ ID 5 എന്ന് മാത്രം വിളിച്ചാൽ കിട്ടും, കണ്ടോ 5 എന്ന് മാത്രം വിളിച്ചാൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് മാത്രം, ഒരു ഡീറ്റെയിൽ മാത്രമേ നമുക്ക് എടുക്കാനുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിലൊരു ഫോൺ നമ്പർ ഉണ്ട്, ആ ഫോൺ നമ്പറിലെ യൂസർ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗെറ്റ് വിളിക്കുന്നതിന് പകരം ഫസ്റ്റ് എന്ന് വിളിച്ചാൽ മതി. ഫസ്റ്റ് എന്ന് വിളിച്ചാൽ DD കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് വിളിച്ചിട്ട്
നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റിനെ DD അടിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ അത് വന്നു, ആ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞു വന്നു, ഡയറക്റ്റ് വന്നു. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് വരും, മമ്മൂട്ടി എന്ന് മാത്രം വരും. കാരണം ഒരു 5 ID സ്റ്റുഡൻറ്റിൻ്റെ നെയിം നമ്മൾ ഇങ്ങനെ പറഞ്ഞു വിളിച്ചു. നേരെ മറിച്ച് ഇവിടെ ഗെറ്റ് എന്ന് വിളിച്ചാലും വരും, പക്ഷെ ഇങ്ങനെ വിളിക്കുമ്പോൾ അറേ ആയിട്ടാണ് വരിക. ഇങ്ങനെ വിളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അറേ ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ എറർ വരും. എന്നിട്ട് എന്ത് ചെയ്യണം, ആ അറേൻ്റെ നിങ്ങൾ അറേൻ്റെ ഇതെന്താണെന്നുള്ളത് പാസ് ചെയ്യണം. ഇവിടെ 0th എലമെൻ്റ് ആണെന്നുള്ളത് പാസ് ചെയ്യണം. കാരണം അറേയിലെ 1ാമത്തെ എലമെൻ്റാണ് ഒന്നാമത്തെ ഒരു എലമെൻറ്റേ ഉള്ളൂ. പക്ഷേ അറേ വന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ഇങ്ങനെ 0 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, മമ്മൂട്ടി എന്നുള്ളത് കിട്ടുള്ളൂ. അറേയുടെ ഉള്ളിൽ കയറിയിട്ട് വേണം ആ വ്യക്തിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ വിളിക്കാം. ഓക്കെ, ഇങ്ങനെ ഡയറക്റ്റായിട്ട് വിളിക്കാം. ഇനി ID ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കിട്ടുന്നൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. find 5 എന്ന് വിളിച്ചാൽ മതി. ID ആണെങ്കിൽ മാത്രം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേറെ വെച്ചിട്ട് വിളിക്കണം, ഫസ്റ്റ് വെച്ചിട്ട് കൊടുക്കണം. ഇത് ID ആണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടോ അതും കിട്ടി. റീഫ്രഷ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമല്ല. അപ്പോൾ ID ആണെന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻഡ് വെച്ച് യൂസ് ചെയ്യാം. ID അല്ലാന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വേറും ഫസ്റ്റും വെച്ചിട്ട് ഒരാളെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ഡാറ്റയാണ്. ഇപ്പോൾ ഒരു യൂസർ നെയിം നമ്മുടെ കയ്യിലുണ്ട്, ആ പേര് വെച്ചിട്ടുള്ള ഒരു വ്യക്തിനെ വേണം. ഒരു മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, ഒരു ഇമെയിൽ ID നമ്മുടെ കയ്യിലുണ്ട്. ആ ഇമെയിൽ ID ഒക്കെ ഒന്നല്ല ഉണ്ടാവുള്ളൂ ഒരാൾക്ക്. അപ്പോൾ ഇമെയിൽ ID ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കിട്ടിയാൽ മതിയല്ലോ. ആ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ വ്യക്തിയെയും കിട്ടും, ആ വ്യക്തിയുടെ വാല്യൂസ് നമുക്ക് സിംഗിളായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനും പറ്റും, എടുക്കാനും പറ്റും എന്നർത്ഥം. നേരെ മറിച്ച് ഗെറ്റ് കൊടുത്താലും കിട്ടും, പക്ഷേ അറേ ആയിട്ടാണ് വരിക. അറേന്ന് നിങ്ങൾ ഇങ്ങനെ 0 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് എടുക്കേണ്ടി വരും. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അത് ഏതൊക്കെ കേസിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ്റിനെ ഫസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫൈൻഡ് വെച്ചിട്ടും ഫസ്റ്റ് വെച്ചിട്ടൊക്കെ എടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഫസ്റ്റ് വെച്ചെടുത്താലും എന്ത് കിട്ടും, മമ്മൂട്ടി എന്നുള്ളത് കിട്ടി. ഇവിടെ 3 നടിച്ചു നോക്കാം, 2 നടിച്ചു നോക്കാം, 3 നടിച്ചു. മോഹൻലാൽ കിട്ടി. 2 ആരാണ്, സുനിത കിട്ടി. ഇനി ഇതേ സാധനം കോപ്പി എടുക്കാൻ ഇതേ സാധനം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നും എഴുതണ്ട, സിംഗിളായിട്ട് ഫൈൻഡ്, നമ്മുടെ കയ്യിൽ ID ആണ്. അങ്ങനെ ഈ ഫൈൻഡ് അടിച്ചാലും സുനിത കിട്ടുന്നു, 7 അടിച്ചാൽ മമ്മൂട്ടി കിട്ടുന്നു, 8 അടിച്ചാൽ ജയസൂര്യ കിട്ടുന്നു. അങ്ങനെ ഫൈൻഡിൽ കൂടെ സിമ്പിളായിട്ട് നമുക്ക് ID പാസ് ചെയ്തിട്ടും ഇങ്ങനെ എടുക്കാം എന്ന് പറയാം. ഓക്കെ, തൽക്കാലം നമുക്ക് എല്ലാ സ്റ്റുഡൻറ്റും എടുക്കാം. നമ്മുടെ ടേബിളിലേക്ക് എടുത്തു. ഓക്കെ, ഇതാണ് റീഡ്. അപ്പോൾ റീഡ് നിങ്ങൾ പഠിച്ചു. ഏതാനും കുറച്ച് വേറിനും ഫൈൻഡും ഫസ്റ്റൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ സഹിതം പഠിച്ചു. ഇനി നമുക്ക് കൂടുതൽ പ്രൊജക്റ്റിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, റീഡിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എഡിറ്റ് എന്താണെന്നുള്ളതും അപ്ഡേറ്റ് എന്താണെന്നുള്ളതും നോക്കാം.